ഹായ് ഓൾ, വെൽക്കം ടു കരിയർ മലയാളം 24/7. എൻ്റെ പേര് ജിജി. അപ്പൊ ഇന്ന് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് റിവിഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ രാവിലെ ഒരു പാർട്ട് കഴിഞ്ഞു, ഇത് വൈകുന്നേരത്തെ പാർട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലത്തെ പാട്ട് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി കാണുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് ചോദ്യങ്ങളും പെട്ടെന്ന് ഉത്തരങ്ങളും നോക്കാം. കാരണം റിവിഷൻ ആയതുകൊണ്ട് അധികം സമയമില്ല. കൂടാതെ ക്ലാസ് റെക്കോർഡ് സെഷൻ ആണ്, അതായത് ലൈവ് അല്ലല്ലോ. അപ്പൊ അത് ഒരുപാട് നിങ്ങൾക്ക് സമയം കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ജർമ്മൻ വാച്ചിന്റെ 2026 കാലാവസ്ഥ അപകട സൂചിക റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7, 8, 9, 10. എത്രയാണ് സ്ഥാനം? എത്രയാണ് സ്ഥാനം വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ 9 ആണ്. 1995, 2004 കാലാവസ്ഥയിൽ ഏറ്റവും മോശമായിട്ട് ബാധിച്ച രാജ്യങ്ങളിൽ ഇന്ത്യ 9ാം സ്ഥാനത്താണ്. 2024 ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഇന്ത്യ 15ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ ബാധിച്ച 3 രാജ്യങ്ങളായി ഡൊമിനിക്ക, മ്യാൻമാർ, ഹോണ്ടുറസ് എന്നീ രാജ്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട്. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം വരുന്നത് എവിടെയാണ്? മൈസൂർ, ബാംഗ്ലൂരു, കൊൽക്കത്ത, ചെന്നൈ. എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം വരുന്നത്? രാജ്യത്തെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം വരുന്നത് എവിടെയാണ്? എവിടെയാണ് രാജ്യത്തെ സിൽക്ക് മ്യൂസിയം വരുന്നത് ആദ്യത്തെ? ആൻസർ നോക്കാം. മൈസൂരാണ്. അടുത്തത്: ആദിവാസി സ്വതന്ത്ര സേനാനികൾക്കായി സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ട്രൈബൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിൽ ഷഹീദ് വീർ നാരായൺ സിംഗ് ട്രൈബൽ മ്യൂസിയം ആണ്. ഓക്കെ, നവറായ്പൂരില്. അടുത്തത്: അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏതാണ്? മയൂരി, മൈത്രി 2, വാഹിനി 3, ഗംഗോത്രി. ഏതാണ് അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം? ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, മൈത്രി 2 ആണ്. അടുത്തത്: ഹരിത ബസ്സുകൾ മാത്രം ഓടിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമായി മാറുന്നത്? പൂനെ, ഭുവനേശ്വർ, ഡൽഹി, ഭോപ്പാൽ. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, പൂനെ ആണ്. അടുത്തത്: 2025 നവംബറിൽ ഓസ്ട്രേലിയയിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ തേനീച്ച ലൈറ്റിംഗൽ, റെഡ് ഫ്ലൈസ്, ഡാർക്ക് ഹോൾ, ലൂസിഫർ. ഏതാണ്? ഏതാണ് വരുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി, ലൂസിഫർ ആണ്. അടുത്ത 2025 ബുക്കർ പുരസ്കാര ജേതാവ് ആരാണ്? ഡേവിഡ് സൊലോയ്, രഞ്ജിത്ത് വർമ്മ, അലക്സാണ്ടർ എനിക്, ജിറ്റോ ഗാർണിഷ്. ആരാണ്? ആരാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, ഡേവിഡ് സൊലോയ് ആണ്. ഫ്ലെലിഷ് എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. ഓക്കെ, ഫ്ലാഷ് എന്ന നോവലാണ് അർഹമായത്. ആദ്യത്തെ നോവൽ ലണ്ടൻ ആൻഡ് സൗത്ത് ഈസ്റ്റ് ആണ്. അടുത്തത്: മെക്കദാട്ടു അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭഗീരഥി നദി, കാവേരി നദി, ഗോദാവരി നദി, ഗംഗാ നദി. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, കാവേരി നദിയാണ്. മെക്കദോട്ട അണക്കെട്ടുമായി ബന്ധപ്പെട്ട് തർക്കത്തിലുള്ള സംസ്ഥാനങ്ങൾ കർണാടകയും തമിഴ്നാടും ആണ്. അടുത്ത: കരകൗശല വസ്തുക്കൾക്കും ഉൽപ്പന്നങ്ങൾക്കും GI ടാഗ് സർട്ടിഫിക്കറ്റ് നൽകി കേരളത്തിലെ കണ്ണാടിപ്പായ GI ടാഗ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ കണ്ണാടിപ്പായക്ക് കിട്ടി. കണ്ണാടിപ്പായ എന്ന് പറയുമ്പോൾ മുളപ്പായാണ്. അരുണാചൽ പ്രദേശിലെ അപ്പദാനി തുണിത്തരങ്ങൾക്ക് കിട്ടി. മാർത്താണ്ഡം തേനിന് കിട്ടി, തമിഴ്നാട്ടില്. ഇനി അതുപോലെ സിക്കിമിലെ ലെപ്ച തുങ്ബുക്ക് എന്ന പരമ്പരാഗത ലെപ്ച സംഗീത ഉപകരണങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആസാമിലെ ബോഡോ അരോണെ എന്ന് പറയുന്ന ഒരു തുണിത്തരത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗുജറാത്തിലെ
അംബാജി വെളുത്ത മാർബിളിന് കിട്ടിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ബേഡു ബാത്രി പശു നെയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ 2025 വർഷത്തിലെ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശിവൻകുട്ടി ആറാട്ട്, KV ശിവശങ്കരൻ, മട്ടന്നൂർ ശിവൻകുട്ടി, ജയചന്ദ്രൻ അമ്പലപ്പാട്ട്. ആർക്കാണ് ലഭിച്ചത്? ആർക്കാണ് ലഭിച്ചത്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അടുത്തിടെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമായ സെന്റ് പുറത്തിറക്കുന്നത് അവസാനിപ്പിച്ച രാജ്യം ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, അമേരിക്ക ആണ്. അപ്പൊ ഏറ്റവും മൂല്യം കുറഞ്ഞ വസ്തുക്കൾ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച് വരുന്ന പദങ്ങളാണ് പെന്നി എന്ന് പറയുന്നത്. പെന്നി സ്റ്റോക്ക് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അമേരിക്കയിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമാണ് സെന്റ് ആണ് പെന്നി എന്ന് അറിയപ്പെടുന്നത്. അടുത്തിടെ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തക സാലു മരദ തിമ്മക്ക ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണ്? ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന. ഏത് സംസ്ഥാനത്തു നിന്നാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, കർണാടകയാണ്. 2019 പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ. 2016 BBC ഏറ്റവും സ്വാധീനമുള്ളതും പ്രചോദകമായിട്ടുള്ള 100 സ്ത്രീകൾ ഒരാളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു സലു മരദക തിമ്മക്കെ. അടുത്തത്, IGLA-S ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത എയർ ഡിഫൻസ് സിസ്റ്റം ആണ്? IGLA-S ഏത് രാജ്യം വികസിപ്പിച്ചെടുത്ത എയർ ഡിഫൻസ് സിസ്റ്റം ആണ്? അമേരിക്ക, ഫ്രാൻസ്, ചൈന, റഷ്യ. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്, റഷ്യ. 2025 തീരദേശ കിഴക്കൻ ആഫ്രിക്കയിൽ കണ്ടെത്തിയ ക്വാനി തന്മാത്ര രൂപം എന്നറിയപ്പെടുന്ന കൊതുക് ഏത് ഇനമാണ്? ക്യൂലസ് പൈപ്പിയൻസ്, അനോഫിലസ് ഗാംബിയ കോംപ്ലക്സ്, മൻസോണിയ ഗാംബിയ കോംപ്ലക്സ്, ഈഡിസ് ഈജിപ്തി. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, അനോഫിലസ് ഗാംബിയ കോംപ്ലക്സ് ആണ്. അടുത്തത്, ഭേദഗതി ചെയ്ത ഭാരത് നെറ്റ് പദ്ധതി വിജയകരമായി നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഹരിയാന, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പഞ്ചാബ്. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി, പഞ്ചാബ് ആണ്. അടുത്തിടെ GI ടാഗ് പദവി ലഭിച്ച
ബിഗുൾ എന്ന സംഗീത ഉപകരണം ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണ്? ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. എവിടെ നിന്നുള്ളതാണ്? ആൻസർ നോക്കാം. ഉത്തർപ്രദേശ് ആണ്. നാഷണൽ ക്വാണ്ടം മിഷന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോസ്കോപ്പ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? IIT മദ്രാസ്, IIT ബാംഗ്ലൂരു, IIT ബോംബെ, IIT ഗോരഖ്പൂർ. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, IIT ബോംബെ ആണ്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണ്? കുറസാവോ, മാൽദീവ്സ്, സ്വിറ്റ്സർലാൻഡ്, കെനിയ. ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, കുറസാവോ ആണ്. ജനസംഖ്യ 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപയല്ല, 1.5 ലക്ഷം പേരെയുള്ള ജനസംഖ്യ ഉണ്ടായിരുന്നത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം എന്ന ഐലൻഡ് 2018 കുറിച്ച റെക്കോർഡാണ് ഇതോടെ മാറിയത്. കരീബിയൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് കുറസാവോ എന്ന് പറയുന്നത്. മുൻപ് കിങ്ഡം ഓഫ് നെതർലാൻഡ്സിന്റെ ഭാഗമായിരുന്നു കുറസാവോ ട്ടോ. അടുത്തത് ജൻജാതീയ ഗൗരവ് ദിവസ് എന്നാണ്? നവംബർ 14, 15, 16, 17 എന്നാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, നവംബർ 15 ആണ്. അടുത്തത് കേന്ദ്ര ഭവന നഗര കാര്യവകുപ്പ് ഏർപ്പെടുത്തിയ ഹരിത മികവിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊൽക്കത്ത മെട്രോ, ഡൽഹി മെട്രോ, മുംബൈ മെട്രോ, കൊച്ചി മെട്രോ. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി കൊച്ചി മെട്രോ ആണ്. കൊച്ചി മെട്രോ MD ലോഹനാഥ് ബെഹ്റയാണ് കേട്ടോ. നമ്മുടെ PWCയുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണ്. PWCയുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് 116 മണിക്കൂർ ലൈവ് ക്ലാസ്സസ് ആണ്. നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ പ്രൊജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ലഭിക്കും. 12+ AI Gen AI ടൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ 15 മിനി പ്രോജക്ട്സും 1 ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റും +2 PWC പവർ പ്രോജക്റ്റ് ഒക്കെ വരുന്നുണ്ട്. നാസ്കോം സർട്ടിഫിക്കേഷനും ഒക്കെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇതിന്റെ ലിങ്കും മറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അടുത്തത് യൂണിസെഫ് ഓഫ് സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയി നിയമിതനായത് ആരാണ്? സാനിയ അയ്യപ്പൻ, ഐശ്വര്യ ലക്ഷ്മി, കീർത്തി സുരേഷ്, ഹണി റോസ്. ആരാണ്? യൂണിസെഫ് ഓഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയി നിയമിതരായത് സാനിയ അയ്യപ്പൻ, ഐശ്വര്യ ലക്ഷ്മി, കീർത്തി സുരേഷ്, ഹണി റോസ്. ആരാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ്, കീർത്തി സുരേഷ് ആണ്. ആദം ഷിനി അരി പരമ്പരാഗതമായി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് കൃഷി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്. എവിടെയാണ്?
കൃഷി ചെയ്യുന്നത്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ്, ഉത്തർപ്രദേശ് ആണ്. മ്യൂട്ടജെനിസിസ് ഉപയോഗിച്ച് പരമ്പരാഗത സുഗന്ധമുള്ള കറുത്ത അരി ഇനമായ ആദം ചിനി അരി ബനാറസ് ഹിന്ദു ഗവേഷകർ വിജയകരമായിട്ട് പുനർജീവിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഹ്രസ്വധാന്യമുള്ള ഉയർന്ന സുഗന്ധമുള്ള പഞ്ചസാര പരൽ പോലെ ഒരു കറുത്ത അരിയാണിത്. ആദം ചിനി ചാവൽ എന്നും അറിയപ്പെടുന്നുണ്ട്. 2023 ഇത് GI പദവി നേടിയിട്ടുണ്ടായിരുന്നു. 2025 നവംബറിൽ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് ബാധ ഏതാണ്? സിഫിലിസ്, മൽബഗ്സ്, ലച്ചാവു, മരാഗസ് ഏതാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, മൽബഗ് ആണ്. അടുത്തത്, സൈബർ തട്ടിപ്പ് കോളുകൾക്ക് 100% പ്രതികരണ നിരക്ക് കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് തമിഴ്നാട്, കേരളം, പഞ്ചാബ്, ഗോവ. ആരാണ്? ആൻസർ നോക്കാം. ഗോവയാണ് കേട്ടോ. ഇനി ഇത്ര ചോദ്യങ്ങളാണ് ഇന്നുള്ളത്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും മാക്സിമം 8 മണിക്ക് വരാൻ നോക്കുക. അതിന്റെ സൺഡേ എന്ന് പറയുന്നത് അതിന്റെ വീക്ക്ലി റിവിഷൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ഓക്കെ, ബൈ.